നമസ്കാരം. ജി സുകുമാരൻ നായരുടെ NSS സർക്കാരിനെ പറ്റിച്ചു. കുന്നത്തുനാട് താലൂക്ക് NSS കരയോഗ യൂണിയൻ നടത്തുന്ന അങ്കണവാടി ട്രെയിനിംഗ് സെന്ററിനെതിരെ എന്തിനാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി അന്വേഷണം പ്രഖ്യാപിച്ചത്? കുന്നത്തുനാട് അങ്കണവാടി ട്രെയിനിംഗ് സെന്ററിൽ 18 ലക്ഷം രൂപയുടെ കൃത്രിമത്വം കാട്ടിയെന്ന പേരിൽ ഹർജിക്കാരൻ നൽകിയ പരാതിയിൽ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് അന്വേഷണം നടക്കുന്നത്. 2015-19 കാലയളവിൽ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിൽ നിന്ന് കുന്നത്തുനാട് അങ്കണവാടി ട്രെയിനിംഗ് സെന്ററിന് അനുവദിച്ച 84 ലക്ഷം രൂപയിൽ 18 ലക്ഷം രൂപയുടെ കൃത്രിമത്വമാണ് നടത്തിയിരിക്കുന്നതെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. ഇതിനെ തുടർന്ന് വിജിലൻസ് അങ്കണവാടി ട്രെയിനിംഗ് സെന്റർ പ്രിൻസിപ്പൽ ഡയറക്ടറും NSS കരയോഗം യൂണിയൻ പ്രസിഡന്റുമായ ശ്രീശകുമാർ, സെക്രട്ടറി S ജയകൃഷ്ണൻ, അക്കൗണ്ടന്റ് ശാന്തകുമാരി എന്നിവർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ട്രെയിനിംഗ് സെന്ററിന് SBI പെരുമ്പാവൂർ ശാഖയിൽ വന്ന തുക പെരുമ്പാവൂർ ഓവർസീസ് ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി NSSന്റെ പേരിൽ വൻ അഴിമതി നടത്തിയിരിക്കുന്നു. NSS കുന്നത്തുനാട് താലൂക്ക് യൂണിയന്റെ ഭരണസമിതിയിലിരുന്നപ്പോൾ NSSന്റെ കീഴിൽ നടക്കുന്ന അംഗൻവാടി ടീച്ചേഴ്സ് ട്രെയിനിങ് സെന്ററിന്റെ ഓഡിറ്ററായിരുന്നു ഞാൻ. അവിടെ അതിന്റെ കണക്ക് നമ്മൾ വ്യക്തമായിട്ട് പരിശോധിച്ചപ്പോൾ ആ കണക്കിൽ പല പൊരുത്തക്കേടുകളും കണ്ടതിനെ തുടർന്ന് സാമ്പത്തികമായിട്ട് പല കണക്കുകളും പൊരുത്തപ്പെടുന്നില്ല. അതിനെ തുടർന്ന് അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമെടുത്ത് ബഹുമാന്യായ NSS ജനറൽ സെക്രട്ടറിക്ക് ഞങ്ങൾ അന്നത്തെ ഭരണസമിതി അംഗങ്ങളായ 8 പേർ ചേർന്ന് NSSന്റെ ആരാധനായ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സാർക്ക് ഒരു പരാതി നൽകി. അവിടെ നടക്കുന്ന ഈ ടീച്ചേഴ്സ് ട്രെയിനിങ് സെന്ററിന്റെ സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ചായിരുന്നു പരാതി. അതോടൊപ്പം തന്നെ മൈക്രോ ഫൈനാൻസ് NSSന്റെ കീഴിൽ നടക്കുന്ന MSS എന്ന് പറഞ്ഞ മൈക്രോ ഫൈനാൻസ് സംവിധാനത്തിൽ അതിന്റെ പണം കൃത്യമായി അടയ്ക്കുന്നില്ല, അത്തരത്തിൽ ഉള്ള ഒരു അലിഗേഷനും ആ കൂടെ ഉണ്ടായിരുന്നു. ഈ സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ച് NSSന്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ അറിയിച്ചപ്പോൾ അവര് അതിന് വേണ്ട നടപടികൾ എടുത്തുകൊള്ളാം, പൈസ തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ ചെയ്തുകൊള്ളാം എന്നെല്ലാം പറയുകയും, പക്ഷേ ആ നഷ്ടപ്പെട്ട സാമ്പത്തികം തിരിച്ചു പിടിക്കാനുള്ള യാതൊരു നടപടിക്രമവും അവിടുന്ന് കാണാതെ വരികയും, ഇതിനകത്ത് സാമ്പത്തിക ക്രമക്കേട് നടത്തിയത് സംഘടനയ്ക്ക് അകത്ത് തന്നെയുള്ള ആളുകളായതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം ഒതുക്കി തീർക്കാനുള്ള ഒരു നടപടിക്രമമായിട്ടാണ് നേതൃത്വം നീങ്ങുന്നതെന്ന് മനസ്സിലായി. ആ സമയത്ത് NSSൽ തന്നെ പെട്ട വലിയൊരു വിഭാഗം ആളുകൾ NSS കുന്നത്തുനാട് താലൂക്ക് യൂണിയന്റെ ആസ്ഥാനമായ പെരുമ്പാവൂർ അയ്യപ്പ ക്ഷേത്രത്തിന് മുന്നിൽ ഈ സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിച്ച് കുറ്റക്കാരായ രക്ഷിക്കണം എന്ന് കാണിച്ച് പലവട്ടം ധർണയും പ്രതിഷേധവും സമരവുമെല്ലാം നടത്തി. അതുകൊണ്ടൊന്നും പ്രയോജനം കിട്ടിയില്ല. സമരക്കാരുടെ നേതൃത്വത്തിൽ വീണ്ടും പോലീസിന് പരാതി നൽകി. പോലീസ് കേസെടുക്കാൻ ആദ്യം വിസമ്മതിച്ചു. പിന്നീട് കോടതി വഴി ഡയറക്ഷൻ കൊടുത്ത് പെരുമ്പാവൂർ പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്തു. ഈ അത് മൈക്രോ ഫൈനാൻസിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ചാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ആ കേസ് രജിസ്റ്റർ ചെയ്തു. ഇന്ന് നിലവിൽ ആ കേസ് പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ നടക്കുകയാണ്. ഈ സാമ്പത്തിക ക്രമക്കേട് നടന്നു എന്ന് സ്ഥിരീകരിക്കാൻ അന്നത്തെ യൂണിയൻ സെക്രട്ടറി തന്നെ മുൻകൈയെടുത്ത് ഒരു സിവിൽ കേസും പെരുമ്പാവൂർ മുൻസിഫ് കോടതിയിൽ ഫയൽ ചെയ്യുകയുണ്ടായി. അത് ഫയൽ ചെയ്തിട്ട് ഏതാണ്ട് 2.5-3 വർഷമായി. ഇതിനുശേഷമാണ് അത് ഫയൽ ചെയ്തത്. എന്തായാലും മൈക്രോ ഫൈനാൻസിൽ ഒരു സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് NSSന്റെ സാധാരണ അംഗങ്ങളും NSSന്റെ സെക്രട്ടറിയും തന്നെ കോടതിയിൽ പറഞ്ഞതോടുകൂടി എന്തായാലും ആ ഒരു സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പായി. പക്ഷെ അതിന്റെ പൈസ നമുക്ക് തിരിച്ചു കിട്ടണം. ആ അവസരത്തിലാണ് ഈ അംഗൻവാടി ടീച്ചേഴ്സ് സെന്ററിന് പണം നൽകുന്നത് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിൽ നിന്നാണ്. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിൽ നിന്ന് അംഗൻവാടി ടീച്ചേഴ്സിനും ആയമാർക്കും നൽകുന്ന പണം അത് എത്ര രൂപ തന്നോ ആ രൂപ തന്നെ അവിടെ ചെലവഴിക്കാൻ, കാരണം ഇവിടെ ചെലവായ തുകയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത്. ആ എത്ര രൂപ തന്നോ അത് തന്നെ ചെലവഴിക്കണം എന്നാണ് അതിന്റെ സർക്കാരിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ. നമ്മൾ ഈ കണക്കുകൾ ചോദിച്ചിട്ട് നമ്മൾ വിവരാവകാശം കൊടുത്തിരുന്നു. സംസ്ഥാന സർക്കാരിനും സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിനും എല്ലാം വിവരാവകാശം കൊടുത്തിരുന്നു. നമ്മൾ നിരവധി വിവരാവകാശം കൊടുത്തു. പല മറുപടികളും നമുക്ക് കിട്ടി. അതിൽ നമുക്ക് വ്യക്തമായ കണക്കുകളൊന്നും അതിൽ ലഭ്യമായിരുന്നില്ല. ഏറ്റവും അവസാനം വിവരാവകാശം കൊടുത്ത് പലവട്ടമായി കഴിഞ്ഞപ്പോൾ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പും NSS കുന്നത്തുനാട് താലൂക്ക് യൂണിയന്റെ അംഗൻവാടി ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന്റെ പ്രിൻസിപ്പളും 2 കൂട്ടരും ചേർന്ന് നമുക്ക് ഒരു മറുപടി നൽകി. ആ നൽകിയ മറുപടി ആണ് ഇത്.
ആ മറുപടിയിൽ പറഞ്ഞിരിക്കുന്ന വളരെ വിചിത്രമായ ഒരു കാര്യമുണ്ട്. വരവും ചെലവും തുല്യമായതിനാൽ കണക്കുകൾ സൂക്ഷിച്ചിട്ടില്ല എന്നാണ് ഈ മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത്. ആ മറുപടിയിൽ അതുകൂടാതെ 2010 മുതൽ 2019 വരെയുള്ള കാലയളവിൽ സംസ്ഥാന സർക്കാർ ഈ ട്രെയിനിങ് സെന്ററിലേക്ക് നൽകിയ ഗ്രാന്റ് തുക എത്രയാണെന്നുള്ള ആ തുക മാത്രം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഓരോ പേജിലും പറഞ്ഞിട്ടുണ്ട്. നമ്മളത് അതിൽ 2015 സാമ്പത്തിക വർഷം, അതായത് 1/4/2015 മുതൽ 2019 സാമ്പത്തിക വർഷം വരെയുള്ള കണക്കെടുത്തപ്പോൾ അതിൽ സംസ്ഥാന സർക്കാർ ആ കാലയളവിൽ മാത്രം NSS കുന്നത്തുനാട് താലൂക്ക് കൂടി നൽകിയിരിക്കുന്നത്, ട്രെയിനിങ്ങിനായിട്ട് നൽകിയിരിക്കുന്നത് 84,18,452 രൂപയാണ്. ഇതിന്റെ ചെലവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ചെലവ് തരാൻ NSS തയ്യാറായില്ല. എന്നിരുന്നാലും NSS കുന്നത്തുനാട് താലൂക്ക് യൂണിയന്റെ വാർഷിക പൊതുയോഗവും വരവ് ചെലവ് കണക്കുകളും പ്രവർത്തന റിപ്പോർട്ടും എന്നും പറഞ്ഞിട്ട് ഒരു ബുക്ക്ലെറ്റ്, 69ാമത് വാർഷിക പൊതുയോഗം എന്ന് പറഞ്ഞ ഒരു വരവ് ചെലവ് കണക്കിന്റെ ബുക്ക് പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. ആ പ്രസിദ്ധപ്പെടുത്തിയ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന വരവ് ചെലവ് കണക്കിൽ സംസ്ഥാന സർക്കാർ 84,18,452 രൂപ നൽകിയപ്പോൾ വാർഷിക പൊതുയോഗ കണക്കിൽ ആ കാലയളവിൽ വരവ് വച്ചിരിക്കുന്നത്, NSSന്റെ കണക്കിൽ വരവ് വച്ചിരിക്കുന്നത് വെറും 66,6,862 രൂപയാണ് വച്ചിരിക്കുന്നത്. ആ വരവിൽ തന്നെ 18,11,590 രൂപയുടെ വ്യത്യാസമാണ്. അതിലും വളരെ വിചിത്രമാണ്, ഈ 84,18,482 രൂപ സർക്കാർ നൽകിയാൽ ആ തുക മുഴുവൻ ചെലവാക്കണം എന്നിരിക്കെ ഇതിൽ കാണിച്ചിരിക്കുന്ന ചെലവോ 57,52,053 രൂപയാണ് ഇതിൽ കാണിച്ചിരിക്കുന്ന ചെലവ്. അപ്പോൾ ആക്ച്വൽ അവിടെ, അതായത് പ്രസിദ്ധപ്പെടുത്തിയ കണക്ക് പ്രകാരം ആക്ച്വൽ അവിടെ ചെലവായിരിക്കുന്നത് 57 ലക്ഷം രൂപയാണ്, നൽകിയതോ 84 ലക്ഷം രൂപയോളം. അതിന്റെ വ്യത്യാസം 26,66,398 രൂപയാണ്. അതായത് കറക്റ്റ് വൈറ്റ് ആയിട്ട് കാണുന്നതിന്റെ ഡിഫറൻസ് മാത്രം 26 ലക്ഷത്തി ചില്ലാൻ രൂപയാണ്. അത് യഥാർത്ഥ കണക്കിലേക്ക് നമ്മൾ പോയാൽ ഇതിലും വളരെ ഭീകരമാണ് അവിടെ നടന്നിരിക്കുന്ന സാമ്പത്തിക കൃത്രിമത്തിന്റെ ഇത്. ഈ ഒരു അവസ്ഥയിലാണ് ഞാൻ വിജിലൻസ് കോടതിയെ, മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയെ സമീപിക്കുവാൻ തീരുമാനിക്കുകയും അങ്ങനെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയെ നമ്മൾ സമീപിക്കുകയും നമ്മൾ ഈ കണക്കുകളെല്ലാം, അതായത് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പും NSSും നൽകിയ കണക്കുകൾ മാത്രവും നമ്മൾ ഓഡിറ്ററായിരുന്ന സമയത്തുണ്ടായ ഓഡിറ്റ് റിപ്പോർട്ടും എല്ലാം വച്ച് നമ്മൾ വിജിലൻസ് കോടതിയിൽ നമ്മൾ ഹർജി നൽകുകയും മൂവാറ്റുപുഴ വിജിലൻസ് കോടതി അത് പരിശോധിക്കാനും അതിൻ്റെ അന്വേഷണം നടത്താനും വിജിലൻസ് എറണാകുളം ജില്ലാ വിജിലൻസിന് ഉത്തരവാകുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ അനുമതിയോടും സമ്മതത്തോടും കൂടി യൂണിയൻ പ്രസിഡന്റ് ശ്രീശകുമാറും സെക്രട്ടറി ജയകൃഷ്ണനും പ്രിൻസിപ്പളും അക്കൗണ്ടന്റും ചേർന്ന് നടത്തിയ വലിയ സാമ്പത്തിക ക്രമക്കേടാണിത്. ഇനി ഹർജിക്കാരന് വേണ്ടി കേസ് വാദിച്ച മൂവാറ്റുപുഴ വിജിലൻസ് കോടതി അഡ്വക്കേറ്റ് NP തങ്കച്ചന് പറയാനുള്ളത് കേൾക്കാം. കുന്നത്തുനാട് NSS കരയോഗ യൂണിയന്റെ നേതൃത്വത്തിൽ ഒരു അംഗൻവാടി പെരുമ്പാവൂർ പ്രവർത്തിക്കുന്നുണ്ട്. ഈ അംഗൻവാടിക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് കേരളത്തിലെ ശിശു വികസന സമിതിയാണ്. ഇങ്ങനെ ശിശു വികസന സമിതി നൽകുന്ന ലക്ഷക്കണക്കിന് രൂപയിൽ വളരെയധികം കൃത്രിമം നടക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയുണ്ടായി. തുടർന്ന് കേസിലെ രേഖകളെല്ലാം പരിശോധിച്ച കോടതി പ്രഥമ ദൃഷ്ട്യാ ഈ കേസിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കുന്നത്തുനാട് പ്രവർത്തിക്കുന്ന NSS കരയോഗ യൂണിയൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിക്കെതിരെ അന്വേഷണം നടത്തുവാൻ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉത്തരവാകുകയാണ് ഉണ്ടായത്. 2015 മുതൽ 2019 വരെ സംസ്ഥാന ശിശു വികസന വകുപ്പിൽ നിന്നും നൽകിയ തുകയിലാണ് കൃത്രിമം നടന്നതായി കോടതിയിൽ നൽകിയ ഹർജിയിൽ ആരോപിക്കുന്നത്. സാധാരണ രീതിയിൽ ഈ സംസ്ഥാന ശിശു വികസന വകുപ്പ് അയക്കുന്ന പൈസ
ഈ അംഗൻവാടി ട്രെയിനിങ് സെൻ്ററിൻ്റെ അക്കൗണ്ടുള്ള പെരുമ്പാവൂരിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലാണ് ആ പൈസ വരുന്നത്. അതിനുശേഷം ഈ കരയോഗ യൂണിയൻ്റെ അക്കൗണ്ടിലേക്ക് ഈ പൈസ മാറ്റുകയും ആ തുകയിൽ കൃത്രിമം നടത്തുകയും ചെയ്തു എന്നാണ് ഹർജിക്കാരൻ ആരോപിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ശിശുവികസന വകുപ്പിൽ നിന്നും അംഗൻവാടിയിൽ വരുന്ന പൈസ വകമാറ്റി ചെലവഴിക്കുവാൻ ഇതിന് ഗവൺമെൻറ് നിയമപ്രകാരം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വകമാറ്റി വേറൊരു അക്കൗണ്ടിലേക്ക് പൈസ കൊണ്ടുവന്ന് അതിൽ കൃത്രിമം നടത്തി അഴിമതി നടത്തിയിരിക്കുന്നത് അഴിമതി നിരോധന വകുപ്പ് പ്രകാരം കുറ്റകരവും ശിക്ഷിക്കത്തക്ക ഒരു പ്രവൃത്തിയുമാണ്. എറണാകുളം വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ DYSPയോട് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുവാനാണ് മൂവാറ്റുപുഴ വിജിലൻസ് ജഡ്ജി ഉത്തരവിൽ പറയുന്നത്. ഒരു സമയത്ത് യൂണിയന്റെ സാമ്പത്തിക അഴിമതിക്കെതിരെ താലൂക്കിലെ സമുദായ സ്നേഹികൾ പെരുമ്പാവൂർ യൂണിയൻ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണയൊക്കെ നടത്തിയിരുന്നു. ഒരു സംശയം, ഒരു സാമ്പത്തിക വർഷത്തിൽ 1.5 ലക്ഷത്തിനടുത്ത് മാത്രം വരുമാനമുള്ള NSSന്റെ കുന്നത്തുനാട് താലൂക്ക് യൂണിയന് ഓരോ വർഷവും ചിലവ് വരവിന്റെ 10 മടങ്ങാണെന്ന് യൂണിയന്റെ വാർഷിക റിപ്പോർട്ടിലും വരവ് ചിലവ് കണക്കിൽ നിന്നും വ്യക്തമാണ്. സുകുമാരൻ നായരുടെ NSS ചരിത്രത്തിലാദ്യമായി വിജിലൻസ് അന്വേഷണം നേരിടുമ്പോൾ ഇനിയും എന്തൊക്കെ ക്രമക്കേടുകൾ പുറത്തുവരുമെന്ന് കാത്തിരുന്ന് കാണാം.